പത്തനംതിട്ട നിരണം പഞ്ചായത്ത് ഭരണത്തിൽ നിന്നും കോൺഗ്രസ് അവിശ്വാസത്തിലൂടെ പുറത്ത്. പ്രസിഡന്റ് അലക്സ് ജോൺ പുത്തുപ്പള്ളിന് പുത്തുപ്പള്ളിനെതിരെ CPIM ആണ് അവിശ്വാസം കൊണ്ടുവന്നത്. ഒരു UDF അംഗത്തിൻ്റെയും സ്വതന്ത്ര അംഗത്തിൻ്റെയും പിന്തുണയിലാണ് അവിശ്വാസം പാസ്സായത്. സുജൂട്ടി ബാബു ചേരുന്നു. സുജൂട്ടി ബാബു, കോൺഗ്രസിന് അങ്ങനെ UDFൻ്റെ തന്നെ അംഗത്തിൻ്റെ പിന്തുണയോടുകൂടി അവിശ്വാസം CPIM കൊണ്ടുവന്ന അവിശ്വാസം പാസ്സാവുകയാണ് കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ. എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ, ഈ അവസാന നിമിഷം തദ്ദേശത്തിനോടൊപ്പം അടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് UDFന് സംസ്ഥാനത്ത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൂടി നഷ്ടമായിരിക്കുന്നത്. നിരണം ഗ്രാമപഞ്ചായത്ത് പത്തനംതിട്ടയെ സംബന്ധിച്ചോളം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് നിരണം ഗ്രാമപഞ്ചായത്ത്. അവിടെ ഇപ്പോൾ ഭരണം നഷ്ടമാകുന്നത് ഈ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് അംഗവും അതുപോലെ തന്നെ UDF അംഗവും സ്വതന്ത്രൻ ഉൾപ്പെടെ വോട്ട് ചെയ്ത്, അതായത് കോൺഗ്രസ്സുകാർക്ക് തന്നെ കോൺഗ്രസ് ഭരണം മടുത്തു എന്ന തരത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റും ഇപ്പോൾ പഞ്ചായത്ത് അംഗം കൂടിയായിരിക്കുന്ന CPM അംഗമായിരിക്കുന്ന MJ രവിയോട് ചേരുന്നുണ്ട്. നിങ്ങൾ ഏത് ഘട്ടത്തിലാണ് ഇത്തരം ഒരു അവിശ്വാസ പ്രമേയത്തിലേക്ക് എത്തിയത്? ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രസിഡന്റ് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളും ആവശ്യമില്ലാതെ ഒരൊറ്റ കാര്യങ്ങൾ പോലും നമ്മുടെ പ്രതിപക്ഷ മെമ്പർമാരോടോ അവരെ അനുകൂലിക്കുന്ന മെമ്പർമാരോടോ ചോദിക്കാതെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഭരണം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുപോലെ പഞ്ചായത്തിൻ്റെ വണ്ടി കസ്റ്റോഡിയനായ സെക്രട്ടറിയോട് പോലും ആലോചിക്കാതെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് വരുന്നിടത്തും MP വരുന്നിടത്തും കൊണ്ടുപോവുകയും യാതൊരു ആവശ്യങ്ങളും ഇല്ലാതെ രാപകൽ ഈ വണ്ടി ദുർവിനിയോഗം ചെയ്ത് 5 വർഷക്കാലം ഓടേണ്ട ദൂരം ഈ 6 മാസം കൊണ്ട് പ്രസിഡന്റ് ദുരുപയോഗം ചെയ്തതായിട്ടാണ് നമ്മുടെ ഈ കാഴ്ചപ്പാടിൽ ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഏതൊരു കാര്യങ്ങളും പഞ്ചായത്ത് മെമ്പർമാരോട് ആലോചിക്കാതെ തന്നിഷ്ടപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ഇതുവരെ ഈ 6 മാസക്കാലങ്ങൾ കൊണ്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന മെമ്പർമാർക്ക് ഈ ഭരണം എങ്ങനെയെങ്കിലും മറിച്ച് കളയണമെന്നുള്ള വിശ്വാസത്തോടു കൂടി അവർക്കെതിരായിട്ട് ഈ നേരത്തെ ഉണ്ടായിരുന്ന KP പുന്നൂസും സ്വതന്ത്രയായി നിന്ന അന്നമ്മ ജോർജും അവർക്കെതിരെ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തത്. അങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ പ്രസിഡന്റിനെ അവിശ്വാസത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു അവസരം ഉണ്ടായത്. ദുർഭരണമായിരുന്നു ഈ 6 മാസവും കൊണ്ട് നടന്നത്. സ്വന്തമായിട്ടല്ലാതെ ഒരു തീരുമാനവും മെമ്പർമാരെ പ്രവർത്തനങ്ങളും ഇല്ലായിരുന്നു. ഒരു വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ LDF ഭരണ സംവിധാനത്തിൽ വെച്ചിരുന്ന ഓരോ പ്രവൃത്തികൾ മാത്രം നടത്തിക്കൊണ്ട് പോകുമെന്നുള്ളതല്ലാതെ മറ്റൊരു കാഴ്ചപ്പാടും ഇല്ലാതെ പ്രവർത്തിച്ച ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അതെ, അജിംഷാദ്, അങ്ങനെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഭരണ മികവില്ലായ്മ, അതായത് വികസന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, പകരം സ്വന്തം ഇഷ്ടപ്രകാരം പഞ്ചായത്തിൻ്റെ വാഹനം ദുരുപയോഗപ്പെടുത്തുന്നു, ഭരണത്തിൽ മികവ് കാട്ടുന്നില്ല, പിഴവ് കാട്ടുന്നു. മാത്രമല്ല കോൺഗ്രസിലെ അംഗങ്ങൾക്ക് പോലും വലിയ അതൃപ്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ തീരുമാനിക്കുന്നെന്ന അതൃപ്തി ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഇപ്പോൾ അവിശ്വാസത്തിൽ വോട്ട് ചെയ്യുകയും ഇപ്പോൾ UDFന് കോൺഗ്രസിന്റെ ഭരണം നഷ്ടമായിരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒരു സ്ഥാപനം കൂടി ഭരണം നഷ്ടമാകുന്ന കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിരണം പഞ്ചായത്തിൻ്റെ ഭരണം കൂടി കോൺഗ്രസിന് നഷ്ടമായി. തീർച്ചയായും വിവരങ്ങളാണ് സുജൂട്ടി ബാബു നൽകിയത്.